നിങ്ങളെ മെമ്മറീസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ടോ? ഐ മീൻ നിങ്ങൾ ഫോട്ടോസ് എടുക്കാറുണ്ടോ എന്ന്? ഓരോ ഫോട്ടോസ് ഓരോ മെമ്മറീസ് ആണ്. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഫോട്ടോസ് എടുക്കാറുണ്ട്, അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കണോ? അത് പ്രിന്റ് ചെയ്ത ഫോട്ടോസ് ഒരു പ്രത്യേക ഫീലാണ്, അതൊരു ഇമോഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മളൊക്കെ ഫോട്ടോ എടുക്കുക, അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്നാൽ കുറച്ച് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കുറച്ച് റിസ്ക് ആയിരുന്നല്ലോ ഒരു ഫോട്ടോസ് എടുക്കൽ, ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. കാരണം അത് ഒന്നാമത് ഫിലിമിലായിരിക്കും എടുക്കുക, എന്നിട്ട് പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് കുറച്ച് ലോങ് പ്രോസസ്സാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ അതിനെ പറ്റി അറിയില്ല. എന്നാലും എനിക്ക് ആ ഒരു ഫിലിം ഫോട്ടോഗ്രാഫി എന്നുള്ള സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ അതിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ മനസ്സിലായത് അത് കുറച്ച് ഇത്ര ഈസി അല്ല, കുറച്ച് പണിയുള്ള പരിപാടിയാണ്. എന്നാൽ ആ ഫിലിം ഫോട്ടോസ് ഒരു പ്രത്യേക രസം തന്നെയാണ്. എൻ്റെ കളർ ടോൺ അതേപോലെ ഫിലിം ഫോട്ടോസൊക്കെ അധികം പ്രിന്റ് ചെയ്തിട്ട് വരാറുള്ളത്. ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. അത് ഇപ്പോൾ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം എൻ്റെ വീട്ടിലിൻ്റെ ഒരു പഴയ കുറച്ച് ആൽബംസ് ഒക്കെ, അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഒരു പ്രത്യേക ഇമോഷനാണ്. കാരണം അതൊരു പ്രിന്റഡ് ഫോട്ടോ ആണ്. ആ ഫോട്ടോസ് കാണുന്ന ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല ഫോണിൽ കാണുമ്പോൾ അത് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നു. ഇപ്പോൾ ഫിജി ഫിലിമിൻ്റെ കുറച്ച് ക്യാമറാസ് ഉണ്ട്, ഇൻസ്റ്റാക്സ് അങ്ങനത്തെ കുറച്ച് ക്യാമറാസ് ഉണ്ട്. അത് അപ്പോൾ തന്നെ ഇതേപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. പഴയ ഫിലിം ക്യാമറൻ്റെ ഒക്കെ പോലെ ഒരു ഡിസൈനൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ക്യാമറാസ്. അത് ഒന്നുകൂടി അടിപൊളിയാണ്. പിന്നെ ഞാനത് വാങ്ങാത്തതിൻ്റെ മെയിൻ റീസൺ, ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു എഡിറ്റിങ് നടക്കില്ല ആ ഒരു ക്യാമറയിൽ. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് മാത്രം പ്രിന്റ് എടുക്കലാണ് ഞാൻ ചെയ്യല്. എനിക്ക് തോന്നിയത് അതാണ് ഒന്നുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് എൻ്റെ കാര്യത്തിൽ. എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല, കാരണം പലരും എഡിറ്റ് ചെയ്യാറൊന്നുമില്ല ഫോട്ടോസ്. ഇപ്പം എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ട്, ഒരു പ്രിന്റഡ് ഫോട്ടോസ് മാത്രം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്ക്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ നല്ല നല്ല മെമ്മറീസ് ആയിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ പ്രിന്റ് എടുക്കും, എന്നിട്ട് അത് ഇതിൽ ഒട്ടിച്ച് വെക്കും. അതാണ് പുതിയൊരു പരിപാടി. ഇത് പരിപാടിയല്ല, 1 year ചെയ്തിട്ട്. 1 year ആയി എന്ന് പറയുമ്പോൾ ഒരു 1 year മുമ്പ് ഞാൻ 2-3 വട്ടം പ്രിന്റ് എടുത്തിട്ട് നല്ല ഫോട്ടോസൊക്കെ കുറച്ച് ഇതേമാതിരി ഒട്ടിച്ച് വെച്ചു. പിന്നെ ഒരു 1 year ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് കുറച്ച് ആ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെയും ഒന്നുകൂടി ഇപ്പോൾ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ട്രിപ്പായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഒന്നുകൂടി പ്രിന്റ് എടുത്തു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഫോട്ടോസ് ഇപ്പോൾ കാണുമ്പോഴല്ല നമുക്കൊരു അടിപൊളിയായി തോന്നുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ രണ്ടാമത് പ്രിന്റ് എടുക്കാൻ കാരണം. ഇനി ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ രസം കൂടുതലാണ് ചെയ്യുക. പിന്നെ പഴയ പോലെ ഫിലിം ക്യാമറയിലെടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് പ്രിന്റ് എടുക്കണം അത്ര റിസ്ക് ഇല്ലെങ്കിലും ഇതിലും കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം ഇത് നമുക്ക് അതിനായിട്ട് എഡിറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് പിന്നെ അതുകൊണ്ട് പ്രിന്റ് എടുക്കണം. എല്ലാവർക്കും ഇതേമാതിരി ഒരു ചെറിയ റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് മറ്റേ ഇൻസ്റ്റാക്സ് പോലത്തെ ക്യാമറ യൂസ് ചെയ്യുക. കാരണം അപ്പം തന്നെ ക്യാപ്ചർ ചെയ്യുക, അപ്പം തന്നെ പ്രിന്റ് കിട്ടുകയും ചെയ്യും. അത് അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്നുകൂടി അത് ബെറ്റർ ആയിരിക്കും. ഞാൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രിന്റ് തന്നെ എടുക്കല്. പിന്നെ എല്ലാവരും എടുക്കുമ്പോൾ അതന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രിന്റിന് എടുക്കാൻ നോക്കുക. കാരണം ഇതിനു മുമ്പാണ് ക്വാളിറ്റി കുറഞ്ഞ പ്രിന്റ് എടുത്തിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോസൊക്കെ ഡാർക്കായി വരാൻ തുടങ്ങി, ഭയങ്കര ബോറായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് എടുക്കാന്നുണ്ടെങ്കിൽ കുറെ കാലം നിൽക്കും, അത് ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു നല്ല കണ്ടന്റ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീണ്ടും കാണാം. ബൈ.